ഹലോ ഗായ്സ്, അന്നത്തെ മൂന്നാർ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. അന്ന് ഞാൻ പറയാൻ മറന്ന ആ ഡാമിൻ്റെ പേരില്ലേ, അതാണിപ്പോൾ നിങ്ങൾ കണ്ടത്, മൂന്നാർ ഡാം. അതിനുശേഷം ഇപ്പോഴും തെറ്റി, മാട്ടുപ്പെട്ടി ഡാം. മാട്ടുപ്പെട്ടി ഡാമിന് ശേഷം നമ്മൾ നേരെ വരുന്നത് വട്ടവടയിലേക്കാണ്. വട്ടവടയിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചാറ്റൽ മഴയും നല്ല കോടമഞ്ഞും. വണ്ടി സൈഡാക്കി ഞങ്ങൾ നാലുപേരും പുറത്തേക്ക് അങ്ങ് ഇറങ്ങി. നിങ്ങൾ ഈ കാണുന്ന കുഞ്ഞുപുഴു പോലെ പോകുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം ആ കോടമഞ്ഞും ആ മഴയൊക്കെ കണ്ടതിന് സന്തോഷമാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു അത് കേട്ടോ. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഞാനങ്ങനെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഈ കണ്ടില്ലേ, ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഞാനും അവളും എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാൻ ഈ കാണിക്കുന്നതൊന്നും കണ്ടിട്ട് നിങ്ങൾ ഈ ക്യൂട്ട്നെസ് വാരി വിതറുവാന്ന് വിചാരിക്കണ്ട. എന്തോ കിളി പോയ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ആ ക്ലൈമറ്റൊക്കെ കണ്ടിട്ട്. സീരിയസ് ആയിട്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ ഈ തെർമൽ കോട്ട് ആയതുകൊണ്ട് എനിക്കങ്ങനെ അധികം മഴ നനഞ്ഞില്ല. ഞാൻ കുട പിടിക്കാൻ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ആ കോട്ട് എടുത്തിട്ട്. ഇതിൽ മെയിനായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഏതോ ഒരു അമ്പലത്തിൽ നിന്ന് ഒരു തമിഴ് പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതിന് ചുവട് വെക്കുകയാണ് ഡോണ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഡാൻസ് കളിക്കും. ഞാനും തുള്ളി പോകുന്നുണ്ട്, പക്ഷേ ആ പാട്ട് നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടോ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ അത് ഇട്ടേക്കാം. കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ നോക്ക്. ഞാൻ ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടേ എങ്ങനെ അതെനിക്ക് കേൾപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാക്സിമം ഞാൻ അത് കേൾപ്പിക്കാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ നിന്നു. കണ്ടില്ലേ, നമ്മളൊരു വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങിയോണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവിടെ എത്തണം. ഈ ഞങ്ങളുടെ ഡാൻസ് പോരാഞ്ഞിട്ടും ജിത്തുണ്ടും കളിച്ചൊരു ഡാൻസ്, അതും ഈ പാട്ടിന് തന്നെ. പുള്ളിക്ക് പക്ഷേ സ്റ്റെപ്സേ പറ്റുള്ളൂ അത്രേ. ടഫായിട്ടുള്ള സ്റ്റെപ്പേ കണ്ടില്ലേ, മറ്റേ അമ്പലപ്പറമ്പിൽ കിട്ടുന്ന ആ ഒരു പാവയുണ്ടല്ലോ, അതുപോലെ ഇല്ലേ. അയ്യേട്ടാ, എന്താ ക്യൂട്ട്നെസ്. അങ്ങനെ മഴ കൂടുന്നതിനനുസരിച്ച് നമ്മളിവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങളിതാ വീണ്ടും തിരിച്ചു. ഇനിയും കയറാനുണ്ടേ, കുറേ ദൂരം വട്ടവട വരെ എത്തണം. അങ്ങനെ ഞങ്ങൾ യാത്ര തിരിച്ചു. പക്ഷേ കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ കാഴ്ചയാണ്. ഇതിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിരുന്നു. ഞങ്ങൾ പോയ അന്നത്തെ ദിവസം ഇവിടെ റെഡ് അലേർട്ടായിരുന്നു അത്രേ. ഇതെന്തുകൊണ്ട് നമ്മളറിയുന്നോ? നമ്മൾ വല്ല പത്രമോ ന്യൂസോ വായിക്കുന്നവരാണോ പിള്ളേ? അല്ല.